മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് അഥവാ ഒരു ബീഹാർ ബഡ്ജറ്റ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. പതിവുപോലെ തന്നെ ബീഹാറിന് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിലുള്ളത്. കേരളം എന്ന പേര് പോലും കാര്യമായി പരാമർശിക്കപ്പെടാതെ പോയ ബഡ്ജറ്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ച ബഡ്ജറ്റിൽ പക്ഷേ ബീഹാർ എന്ന ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തിന് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത്. ബീഹാറിന് ഈ ബഡ്ജറ്റിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യത്തേത് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പ്രഖ്യാപനങ്ങളാണ്. നേരത്തെ 2024 നിർമ്മല സീതാരാമൻ തന്നെ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിൽ 26,000 കോടി രൂപ ബീഹാറിലെ 4 പ്രധാനപ്പെട്ട റോഡ് പദ്ധതികൾക്കായി കേന്ദ്രം അനുവദിച്ചിരുന്നു. അതിനു പുറമെ ഇപ്പോൾ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ പട്ന വിമാനത്താവളത്തിന്റെ വിപുലീകരണത്തിന് കേന്ദ്രം ധനസഹായം നൽകുമെന്നൊരു പ്രഖ്യാപനവും നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ 4 ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾക്കും ബീഹാറിൽ അനുമതി കേന്ദ്രം നൽകിക്കഴിഞ്ഞു. ഇതിനും പുറമെ ഒരു ബ്രൗൺഫീൽഡ് വിമാനത്താവളം കൂടി ബീഹാറിൽ കേന്ദ്രം ഈ ബഡ്ജറ്റിൽ അനുവദിക്കുന്നുണ്ട്. അതിനു പുറമെ ബീഹാറിനെ ഒരു ഫുഡ് ഹബ്ബായി വളർത്തുമെന്നൊരു പ്രഖ്യാപനം നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിൽ നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തേത് ബീഹാറിൽ പുതുതായി സ്ഥാപിക്കാൻ പോകുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ഓൺട്രപ്രന്യോർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അതിനു പുറമെ ഒരു മഖാന ബോർഡും ബീഹാറിൽ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാരും ധനമന്ത്രി നിർമ്മല സീതാരാമനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ ബീഹാറിലെ 50,000-ഓളം ഹെക്ടറിലെ കൃഷിക്കാരുടെ കൃഷിയെ നിർണായകമായി ബാധിക്കുന്ന വെസ്റ്റേൺ കോസി കനാൽ പ്രോജക്റ്റിനും ധനസഹായം കേന്ദ്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്ന ഈ ബഡ്ജറ്റിൽ എന്തുകൊണ്ടാണ് ബീഹാർ എന്ന സംസ്ഥാനത്തിന് ഇത്രയധികം പ്രാധാന്യം, ഒരുപക്ഷെ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിനേക്കാൾ പ്രാധാന്യം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ നിതീഷ് കുമാറിനെ കൂടെ ഉറപ്പിച്ച് നിർത്തുക എന്നത് തന്നെയാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കുർസി കുമാർ എന്ന വിളിപ്പേര് കേട്ട ഒരു പക്ഷത്തു നിന്നും മറ്റൊരു പക്ഷത്തിലേക്ക് കളം മാറി ചവിട്ടാൻ അധിക സമയം വേണ്ടാത്ത നിതീഷ് കുമാറിനെ കൂടെ നിർത്താൻ വേണ്ടി തന്നെയാണ് ഇത്രയധികം വമ്പൻ പ്രഖ്യാപനങ്ങൾ ബീഹാറിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ശക്തി ബീഹാറിൽ ക്ഷയിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ബീഹാറിൽ BJPക്ക് 2019 17 സീറ്റാണ് സ്വന്തമായി വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ ഇത്തവണ അത് 12 സീറ്റായി ചുരുങ്ങി. അതിനു പുറമെ BJP നിലവിൽ ബീഹാർ നിയമസഭയിൽ 78 അംഗങ്ങളുള്ള 78 MLA-മാരുള്ള ഒരു കക്ഷിയാണ്. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 67 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർക്ക് ലീഡ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ BJPയുടെ ശക്തി ക്ഷയിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. ഈ കാര്യങ്ങൾ മുൻകണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാറിന് ഒരു അമിത പരിഗണന നൽകുന്ന ബഡ്ജറ്റ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാറിന് ആദ്യമായല്ല ബഡ്ജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിന്റെ യാഥാർത്ഥ്യത്തിൽ ഇത് എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കും, ബീഹാറിലെ ജനതയുടെ ജീവിത നിലവാരത്തിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.